നാട്ടുകാരനായ ആലുവ ഷേഖിന്റെ ഖലീഫ കുട്ടിയസൻ മുസ്ലിയുടെ മകൻ അമീൻ എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥി, അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു എന്താണ് ഇതിന്റെ അവസ്ഥ. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഈ ഉസ്താദ് അവർക്കെതിരാണ്, എന്തൊക്കെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, ഉസ്താദ് അവരെ മെയിൻറ്റെയിൻ ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പൊ എനിക്കൊന്നും കൂടി സംശയം വർദ്ധിച്ചു. അങ്ങനെ ഞങ്ങളുടെ നാട്ടിലെ മഹല്ല് പ്രസിഡന്റ് അബ്ദുൽ കരീം ഇസ്ബാഹി, അതുപോലെ അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠ മൊയ്തീൻ മുസ്ലിയാർ, ഇങ്ങനെ കുറെ ആളുകളൊക്കെ ഈ പൂക്കോട്ടൂർ ബാക്കവിന്റെ വീട്ടിൽ ചെന്നു. പൂക്കോട്ടൂർ ബാക്കവി ഞങ്ങളോട് പറഞ്ഞു, ഒരുപാട് പറഞ്ഞതിന് ശേഷം അദ്ദേഹം പറഞ്ഞു, ഞാൻ അവരോട് ലഅനത്തുല്ലാഹി കാദിബീൻ എന്ന് പറഞ്ഞ് മണിക്കൂർ കണക്കിന് വാള് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. കാരണം അവർ കളവ് നല്ലോണം പറയുന്നുണ്ട്. എന്താണ് അവരുടെ ഉദ്ദേശം എന്ന് എനിക്കറിയുന്നില്ല. നിങ്ങളവരുടെ അനുയായികളാണെങ്കിലും പിന്നെ എതിർക്കുന്ന ആളുകളാണെങ്കിലും എനിക്കൊന്നേ പറയാനുള്ളൂ, അവരുടെ പ്രവർത്തനമൊക്കെ ശരീഅത്തിന് വിരുദ്ധമാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അവരിപ്പോ ഞാനുമായി ഒരു ബന്ധവുമില്ല എന്ന് പറഞ്ഞ അതിന്റെ അടിസ്ഥാനത്തിൽ ആണ് ഞങ്ങൾ പിന്നെ അവരുടെ രണ്ടാമത്തെ ആഫിൽ ഉസ്താദിന്റെ അതിനുശേഷം ഓതി പഠിക്കാൻ പോയ കാന്തപുരം അസീസിയ കോളേജിൽ ചെറിയ പിസ്താനെ കാണാൻ വേണ്ടി പോവുകയും ഞാനും ഞങ്ങളുടെ മദ്രസയിലെ സദർ ഉസ്താദായിരുന്നു സുബൈർ ആശനി കടുങ്ങല്ലൂരും ഞങ്ങളുടെ മദ്രസയിലെ സെക്രട്ടറി അതുപോലെ വേറെ ഒന്ന് രണ്ടാളുകളും കൂടെ പോവുകയും അപ്പൊ പൂനൂര് പള്ളിയിൽ വെച്ചിട്ട് ചെറിയ പിസ്താനെ കണ്ടു. ചെറിയ പിസ്താദ് അതുപോലെ ഓട്ടോറിക്ഷ വിളിച്ച് വരാൻ പറഞ്ഞിട്ട് അവിടുന്ന് അങ്ങോട്ട് പിന്നെ അസീസിയൊക്കെ പോലുള്ളവർക്കെതിരാണ്. അപ്പൊ ഞങ്ങളോട് കുറച്ച് വിഷയം സംസാരിച്ചപ്പോ ചെറിയ പിസ്താനോട് മറ്റുള്ള ഉസ്താദ് എന്താണ് വിഷയം എന്ന് ചോദിച്ചപ്പോ ചെറിയ പിസ്താദ് പറഞ്ഞു, നമ്മളെ അബ്ദുല്ലാഹിൽ ഹക്കീം ഇപ്പൊ വലിയൊരു ഔലി ആയിട്ടുണ്ട് പോലും, അതിനെപ്പറ്റി സംസാരിക്കാൻ ഇവർ വന്നതാണ് എന്ന് പറഞ്ഞു. അങ്ങനെ ഞാന് പിന്നെ കാറിൽ കയറ്റി ചെറിയ പിസ്താദിനെ കൊണ്ട് അസീസിയിൽ കൊണ്ടുപോയ ടൈമിൽ ഈ വിഷയങ്ങളൊക്കെ സംസാരിച്ചു. ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾക്ക് ഒരാളെ ഇകഴ്ത്താനോ ഉയർത്താനോ അല്ല, നമ്മളാളുകളാരെ പെട്ടുപോകരുതല്ലോ, അതുകൊണ്ട് ബഹുമാനപ്പെട്ട ഉസ്താദുമാർ അത് തീരുമാനം പറഞ്ഞു തന്നാൽ നല്ലതാണെങ്കിൽ ഞങ്ങൾക്കും കൂടെ, ചീത്തയാണെങ്കിൽ ഞങ്ങൾക്ക് വിട്ടു നിൽക്കാം, അത് ആ ഒരൊറ്റ ഉദ്ദേശത്തോട് കൂടിയാണ് ഞങ്ങൾ വന്നെന്ന് പറഞ്ഞപ്പോൾ ചെറിയ പിസ്താദ് പറഞ്ഞു, നിങ്ങളിൽ നിന്ന് സാമ്പത്തികമായി വല്ല ഇടപാടുകളും അവൻ നടത്തിയിട്ടുണ്ടോന്ന് വെച്ചു. അപ്പൊ ഞങ്ങൾ പറഞ്ഞു ഇല്ല. അപ്പൊ ചെറിയ പിസ്താദ് പറഞ്ഞു, കാസർഗോഡ് നിന്നൊക്കെ അവന് പിന്നെ ചില ആളുകൾ വിസക്ക് പൈസ വാങ്ങി ഇവിടെ തെരഞ്ഞു വരലും മറ്റു മറിച്ചൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ ഏതൊരു ഹാഷിം തങ്ങൾക്കുള്ള സമാജത്തിന്റെ ബാക്കി കുറച്ച് പൈസ ഒക്കെ കൊടുക്കാനുണ്ട്. ഇങ്ങനെയൊക്കെ പരിപാടികളൊക്കെ കുറെ തട്ടിപ്പുകളൊക്കെ നടത്തിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ആ ഒലി ഇതൊന്നുമല്ല, അങ്ങനെയൊക്കെ എന്തുണ്ടെങ്കിൽ എന്റെ അടുത്ത് ഇങ്ങനെ കൊണ്ടുവരണ്ടി എന്നൊക്കെ പറഞ്ഞു. അന്നത്തെ കാലത്ത് നെല്ലിക്കുത്ത് ഉസ്താദിന്റെ അടുത്ത് ഞങ്ങള് പിന്നെ എറണാകുളത്ത് ബഹുമാനപ്പെട്ട ഉസ്താദിന് രോഗപ്രശ്നമൊക്കെ കഴിഞ്ഞൊരു വിശ്രമിക്കുന്ന ടൈമിൽ ഞങ്ങള് മഹല്ല് ഭാരവാഹികൾ അടക്കം എല്ലാവരും കൂടി കാണാൻ വേണ്ടി പോയപ്പോ ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ അടുത്ത് ഒരാള് ഞങ്ങൾ ഈ വിഷയങ്ങൾ ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഒരാൾ പറഞ്ഞു, ഇതുപോലെ കാസർഗോഡ് ബഹുമാനപ്പെട്ട ആഫിൽ ഉസ്താദ് ഒരു വീട്ടിൽ പോയി നിസ്കരിക്കുകയും അങ്ങനെ ആ വീട്ടുകാർ ആ മുസല്ല ഒരു നിധി പോലെ ഒരു പുണ്യമായി സൂക്ഷിക്കുകയും ചെയ്യുന്നുണ്ടെന്ന് പറയുകയും, അപ്പൊ നമ്മുടെ നാട്ടിൽ കണ്ട ഈ വിഷയങ്ങളും മറ്റും പൂക്കോട്ടൂർ ബാക്കവി പറഞ്ഞതും അതുപോലെ ചെറിയ പിസ്ത പറഞ്ഞതൊക്കെ ഞങ്ങൾ ബഹുമാനപ്പെട്ട നെല്ലിക്കുസ്താദിനോട് പറഞ്ഞപ്പോ നെല്ലിക്കുസ്താദ് പറഞ്ഞു, അതൊക്കെ ശൈത്താനീയത്താണ്, അതൊക്കെ നിങ്ങൾക്ക് വഴുകാതെ ബോധ്യപ്പെടും, അതിന്റെ വേക്കൊന്നും വെറുതെ പോയി ഇങ്ങോട്ട് വെറുതെ ആളുകൾ പെടാൻ നിൽക്കണ്ട, ഇങ്ങനെ കുറെ പല തട്ടിപ്പേറും തെരീക്കത്തൊക്കെ ഇറങ്ങാറുണ്ട്, അതൊന്നും സാധാരണക്കാർക്ക് മനസ്സിലാകൂല, നിങ്ങൾ ഈ പോകുന്ന പോക്ക് പോയാൽ മതി എന്ന് ബഹുമാനപ്പെട്ട നെല്ലിക്കുസ്താദ് ഞങ്ങളോട് പറയുകയുണ്ടായി. സ്വന്തം ഉസ്താദുമാരിൽ ഒരാൾ പോലും ഇയാളെ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നതിന്റെ തെളിവ് കൂടിയാണിത്. ഇത് ഇയാളുടെ സഹപാഠി ഹബീബ് മുസ്ലിയാർ അരീക്കോട്, ഇയാൾക്കും ചിലത് പറയാനുണ്ട്. അബ്ദുൽ ഹക്കീം ഹാഫിദ് എന്ന വ്യക്തിയുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ എനിക്കുണ്ടായ ചില അനുഭവം സമൂഹത്തിന്റെ മുമ്പിൽ പങ്കുവെക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഏകദേശം 12 വർഷങ്ങൾക്ക് മുമ്പാണ് ഞാൻ പഠിക്കുന്ന ദർസിൽ ഇദ്ദേഹവുമായി ഞാൻ പരിചയപ്പെടുന്നത്. ഒരു ഏലസിന്റെ കഥ ഇങ്ങനെ കേൾക്കാം. കുറഞ്ഞ മാസങ്ങൾ മാത്രമാണ് അദ്ദേഹം ദർസിൽ ജീവിച്ചിട്ടുള്ളത്. അതിനിടയിൽ അദ്ദേഹത്തിൽ നിന്ന് നേരിട്ട് ഞാൻ കേൾക്കുകയും അതേപ്രകാരം ഞാൻ ചോദിക്കുകയും ചെയ്ത ചില വിഷയങ്ങൾ
അത് വാസ്തവ വിരുദ്ധമാണെന്ന് എനിക്ക് ബോധ്യപ്പെടുകയുണ്ടായി.